ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയി. ആ ബ്രേക്കപ്പ് ആയ വ്യക്തിയുമായിട്ട് അതേ റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം. ഒരു റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മിസ്റ്റേക്കുകളായിരുന്നു സംഭവിച്ചത് അതൊന്നും ഇല്ലാതെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു ചോദ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് പറഞ്ഞ് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ആക്ച്വലി ബ്രേക്കപ്പ് സംഭവിച്ചത്? അതായത് വൈ ഡിഡ് യു ബ്രേക്കപ്പ്? എന്തായിരുന്നു അതിനുള്ള റീസൺ? തീർച്ചയായും ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക എന്ന് പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആക്കിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് പുറകിലുണ്ടായത് എന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നമ്മൾ ക്ലാരിറ്റി വരുത്തണം എന്നുള്ളതാണ്. ആ കാര്യം ഇനി ഉണ്ടാകില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു പരസ്പരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അത് ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ആ റിലേഷൻഷിപ്പ് ഇതുവരെ പോയതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. അതുപോലെ ആ റിലേഷൻഷിപ്പ് ഇനി എങ്ങനെ ആയിരിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ തുറന്നു പറയുക. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനായിരുന്നു ആ ബ്രേക്കപ്പ് സംഭവിച്ചത്? കാരണം നമുക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം, എന്തിനായിരുന്നു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത്, ഇനി എന്താണ് വേണ്ടത്. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് മുതൽ എന്ത് മാറ്റമാണ് നിങ്ങളിൽ വന്നത്? ഒരു പക്ഷേ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരെയും ആ ഒരു കാര്യം വളരെയധികം ബോൾഡാക്കും, അല്ലെങ്കിൽ കുറെ കൂടി മെച്ചുവേർഡ് ആക്കും എന്നുള്ളതാണ്. അതായത് അതുവരെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് പലപ്പോഴും ഒന്നുകൂടി റീതിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഓരോ ചൂടും വെക്കുന്നത്. അതുതന്നെ ഒരു മാറ്റമാണ്. സോ ഇതുപോലെ ഓരോ ആളുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. സോ നിങ്ങളെ അത് കുറെ കൂടി മെച്ചുവേർഡ് ആക്കിയോ, ബോൾഡ് ആക്കിയോ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം കേപ്പബിൾ ആകാൻ പറ്റിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു നോളേജ് അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടുന്നതിന് ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉപകരിക്കും. മാത്രമല്ല, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആക്ച്വലി വാട്ട് യു വോണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ ആ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ആക്കിയത് എന്നുള്ളത് സ്വയം ചോദിക്കുക, മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതേ റിലേഷൻഷിപ്പ് നമ്മൾ വീണ്ടും റീബിൽഡ് ചെയ്യാനാണ് പോകുന്നത്. ഇനി ഇതേ കാര്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ആ റിലേഷൻഷിപ്പിന് ലാസ്റ്റ് ഒരു എൻഡാണ് സംഭവിച്ചതെന്ന് വിചാരിക്കാം. അതായത് റിലേഷൻഷിപ്പ് വീണ്ടും വർക്കൗട്ട് ആയില്ല, നമ്മൾ രണ്ടാമതൊരു അറ്റംപ്റ്റ് നടത്തി, അത് ഫെയിൽ ആയി പോയെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വീണ്ടും റീബിൽഡ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ അതിന് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എസ് ആണെങ്കിലും നോ ആണെങ്കിലും, അതായത് ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. സോ അതിന് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടോ? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതേ റിലേഷൻഷിപ്പ് അതേ വ്യക്തിയുമായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും ചോദിച്ചിരിക്കേണ്ട 3 ചോദ്യങ്ങളാണ് ഇത്. പലപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ ചോദ്യം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ച് ക്ലിയറായി മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്